ആ ടൈം മാനേജ്മെന്റ് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഞാൻ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും തെറ്റിയാലും ശരി. 4ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റിപ്പോവാണ്, കൺഫ്യൂസിംഗ് ആണെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 5-6 നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസേഴ്സ് എത്ര ലെജിബിൾ ആയിട്ട് എഴുതണം. ഒരു ഷോർട്ട് ഫ്രേസ് അല്ലെങ്കിൽ ഒരു 1 വേർഡ് ആൻസർ അല്ലെങ്കിൽ ഒരു ന്യൂമറസി ആണെങ്കിൽ ഓരോ സബ് ടെക്സ്റ്റിനും എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ABCD അതിന് പിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു മെറ്റീരിയലിനെ കംപ്ലീറ്റ് റീസെൻ്റ്ലി വരെയാണ് നമ്മൾ വായിക്കുക. ഇത് കംപ്ലീറ്റ് അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യം. വായിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഓർത്തിരിക്കണമെന്ന് നിർബന്ധമില്ല. പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് ഇവിടെ ഒരു കുഞ്ഞു പാരഗ്രാഫ് ഉണ്ട്, ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്, പിന്നെ എ വേർഡ് ഓർ എ ഷോർട്ട് ഫ്രേസ്. വാട്ട് ഡസ് AD സ്റ്റാൻഡ്സ് ഫോർ? പിന്നെ ഇതേപോലെ തന്നെ നമ്മുടെ റീഡിങ്ങിന്റെ കാര്യത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സെയിം നിങ്ങളുടെ ടൈം മാനേജ്മെന്റ്. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് എക്സാം പ്രിപ്പറേഷനിൽ പറയാനുള്ളത് മെയിൻ ആയിട്ട് നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ആണ്. ഇപ്പോൾ റീഡിങ്ങിനകത്ത് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ റീഡിങ്ങിന്റെ കാര്യമായിരിക്കും. ഇപ്പോൾ A പാർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, A പാർട്ടിനെ തന്നെ നമ്മൾ വിളിക്കുന്നത് തന്നെ എക്സ്പീഡീഷ്യസ് പാർട്ട് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട് എക്സ്പീഡീഷ്യസ് എന്ന് പറയുന്നത് വെച്ചാൽ ബിക്കോസ് അത് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് അതിനകത്ത് ടോട്ടൽ റീഡിങ്ങിനകത്ത് 20. എത്ര സമയം കിട്ടും നിങ്ങൾക്ക് ചെയ്യാനായിട്ട്? 15 minutes. അല്ല, 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 15 മിനിറ്റ് ആണ് കിട്ടുക. അപ്പോൾ അതെന്ന് പറയുന്നത് നിങ്ങൾ 15 മിനിറ്റ് കൊണ്ട് 20 ക്വസ്റ്റ്യൻ നിങ്ങൾ അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ ഓരോ മിനിറ്റ് ഓരോ ക്വസ്റ്റ്യൻ പോലും ഇല്ല അല്ലേ, നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും. ഓക്കെ, സുഷ്മിത 20, ജിസ്ന 20 പറഞ്ഞു, സന്ധ്യ 20. അതെ, 15 മിനിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ ആ ഒരു സ്പീഡ് ടാസ്ക് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ കൈൻഡ് ഓഫ് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾ ആൻസേഴ്സ് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യം. പല രീതിയിലായിരിക്കും നിങ്ങൾ ഓരോന്ന് മെത്തേഡ്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താ, നിങ്ങൾ എന്തൊക്കെയാണോ മെത്തേഡ്സ് നിങ്ങളിപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അതിനൊന്നും ഓൾട്ടർ ചെയ്യാനായിട്ട് നിങ്ങൾ നിൽക്കരുത്. ടൈം എങ്ങനെ മാനേജ് ചെയ്യും? കാര്യം ഇപ്പോൾ ലിസ്ണിംഗ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റീഡിങ്ങിലോട്ട് പോകുന്നത്. അപ്പോൾ ലിസ്ണിങ്ങിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ശരി, അത് അവിടെ കളയുക. എന്നിട്ട് നിങ്ങൾ നേരെ റീഡിങ്ങിനോട്ട് വരിക. റീഡിങ്ങിൽ വരുന്ന സമയത്ത് നിങ്ങൾ ലിസ്ണിങ്ങിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങൾ ലിസ്ണിങ് റീഡിങ് മാറി മാറി ചെയ്യുമ്പോൾ എത്രത്തോളം മാറിയാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യം. ഇവിടെ നിങ്ങൾക്ക് ഒരു മെറ്റീരിയലേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ, അത് കഴിഞ്ഞ് നിങ്ങൾ നേരെ റീഡിങ്ങിലോട്ട് വരികയാണ്. സോ എന്ത് ചെയ്യുക, ബാക്കിയുള്ള എല്ലാം മാറ്റുക, റീഡിങ് മാത്രം ഫോക്കസ് ചെയ്യുക. A പാർട്ടിനകത്തുള്ള കാര്യങ്ങൾ, കാര്യം Aയും Bയും റീഡിങ്ങിൽ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാക്സിമം ഒരു സ്കോർ കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയി കഴിയും അവിടെ എന്തായാലും, അല്ലേ? അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യുക. പ്രീവിയസ് ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ള കാര്യം അവിടെ കളയുക, പുതിയതായിട്ട് ഇതിലോട്ട് വരിക എന്താണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് റീഡിങ്ങിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ടൈം മാനേജ്മെന്റ്. ഓക്കെ, നിങ്ങൾ എഴുതി പോകുന്ന കാര്യങ്ങളാവട്ടെ, ആൻസേഴ്സ് ആവട്ടെ, നിങ്ങൾ അതിൽ കൂടുതൽ വെറീഡ് ആവരുത്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ലെജിബിൾ ആയിരിക്കണം നിങ്ങൾ എഴുതുന്ന ആൻസേഴ്സ് എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് വായിക്കാൻ പറ്റണം. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളിപ്പോൾ എക്സാമിനറിന് നിങ്ങളുടെ A പാർട്ട് മാത്രമാണ് ലിസ്ണിങ്ങിനകത്ത് റീഡിങ്ങിനകത്ത് മാനുവലി മാർക്ക് ഇടാൻ പറ്റുക, ബാക്കിയെല്ലാം മെഷീൻ സ്കാനിങ് ആണ്. കാര്യം എന്താ, ബബിളിംഗ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ A പാർട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ലെജിബിൾ ആയിട്ട് നിങ്ങൾ വായിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് അവിടെ പോവുകയും ചെയ്യും. എന്താണെങ്കിലും ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുക, കീവേഡ്സ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ പാരാഫ്രേസും സിനോണിംസ് ഏതാണെന്നുള്ള കാര്യം നോക്കുക. നിങ്ങൾക്ക് കൺഫേം ആയിട്ട് തോന്നുന്നുള്ള കാര്യങ്ങൾ വീണ്ടും ഡബിൾ തിങ്കിങ് ചെയ്ത് നിങ്ങൾ കൂടുതൽ തന്നെ കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. അതിനുള്ള സമയം നിങ്ങൾക്കില്ല എന്നുള്ളത് കൂടെ ഓർക്കുക. കാര്യം ഇവിടെ റീഡിംഗിൽ ലിസ്ണിങ്ങിനാണെങ്കിൽ കംപ്ലീറ്റ്ലി ആ ഓഡിയോ തീരുന്നതനുസരിച്ച് നിങ്ങൾ അടുത്ത ടോപ്പിക്കിലോട്ട് നിങ്ങൾ മൂവ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ മൂവ് ചെയ്തേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ റീഡിങ്ങിന്റെ കാര്യത്തിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള കാര്യമാണ്. ഓക്കെ, കാര്യം എന്ന് വെച്ചാൽ എന്താ, ഇവിടെ ഹാൻഡിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഇരിക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഞാൻ A പാർട്ടിനകത്ത് കുറച്ചുകൂടി, ഇപ്പൊ A പാർട്ടിന്റെ കാര്യം വരുമ്പോൾ നിങ്ങളുടെ ലൈക്ക് കംപ്ലീറ്റ്ലി അത് വാങ്ങിച്ചുകൊണ്ട് പോകും അവര്. ദെൻ Bയും Cയും സെപ്പറേറ്റ് ആണ്. അപ്പോൾ A പാർട്ട് ആണെങ്കിലും ശരി, നിങ്ങൾക്ക് സമയം കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം കളയാം. പക്ഷെ നിങ്ങൾ പ്രോപ്പറായിട്ട് Bയും Cയും മാനേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം Bക്ക് 6 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ അത് മാനേജ് ചെയ്യുന്ന ടൈം ഇപ്പോൾ നിങ്ങൾ 12 മിനിറ്റോ 10 മിനിറ്റോ ആയിരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് 15 മിനിറ്റ് വരെയും കൊടുക്കാം. ഓക്കെ, പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കുറയുന്നത് ഏതാണ്, നിങ്ങളുടെ C പാർട്ടിന്റെ ടൈം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക, ഞാൻ ഇത്രയും സമയം കൊടുക്കുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ ആ ടൈം മാനേജ്മെന്റ് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഞാൻ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും തെറ്റിയാലും ശരി, ശരിയായിട്ടുണ്ടെങ്കിലും ശരി, ഇത്രയും ടൈമേ ഞാൻ അതിനകത്ത് കൊടുക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് എക്സ്ട്രാ ടൈം കിട്ടുവാണെങ്കിൽ വന്ന് നോക്കിക്കോ എന്തായാലും. ഓക്കെ, ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കിട്ടേണ്ട കാര്യം എന്താ, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റിപ്പോവാണ്, കൺഫ്യൂസിംഗ് ആണെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 5-6 നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളതായിരിക്കും. പക്ഷെ 4ൽ നിങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, 4ൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ 5-6 പിന്നെ നിങ്ങൾക്ക് വായിക്കാനുള്ള സമയം പോലും കിട്ടത്തില്ല. അവസാനത്തെ 1 സെക്കൻഡ് കൊണ്ട് വായിച്ച് നോക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റത്തുമില്ല. ഇനി എല്ലാം കഴിഞ്ഞിട്ട് വന്ന് വായിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ അതിനുള്ള സാഹചര്യം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് മിസ് ചെയ്യരുത്, ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ വായിക്കാൻ മിസ് ചെയ്യരുത്. അത് വായിച്ചു പോവുക, അല്ലാതെ അവിടെ എന്ത് ചെയ്യരുത്, സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കരുത് എന്താണെങ്കിലും. ഓക്കെ,
ഹെഡിങ്. ഓക്കെ, എന്ന് വെച്ചാൽ ടൈറ്റിൽ ഇവിടെ വായിക്കാം ദ ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിമെൻഷ്യ. അതാണ് ഹോൾ ടോപ്പിക്കിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഓരോ സബ് ടെക്സ്റ്റിനും എന്ന് വെച്ചാൽ ടെക്സ്റ്റ് A, B, C, and D അതിന് ഓരോന്നിനും സെപ്പറേറ്റ് ഹെഡിങ്സും ചിലപ്പോൾ കാണാറുണ്ട്, ചിലപ്പോൾ കാണത്തില്ല. പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു മെറ്റീരിയൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഹെഡിങ് വായിക്കാം. ഓക്കെ, ഹെഡിങ് വായിച്ചതിന് ശേഷം ഞാൻ താഴോട്ട് വരികയാണ്. നോക്കിക്കേ, ഇതിനകത്ത് ടെക്സ്റ്റ് A ഉണ്ട്, ടെക്സ്റ്റ് B ഉണ്ട്, ടെക്സ്റ്റ് C ഉണ്ട്, ആൻഡ് ടെക്സ്റ്റ് D ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ക്വിക്കായിട്ട് സ്കിം ചെയ്യണം. സ്കിം ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. സ്കിം ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു മെറ്റീരിയലിനെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് 15 മിനിറ്റ്സ് കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് സ്കിം ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ ടെക്സ്റ്റ് A ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതിനകത്ത് നമ്മളിപ്പോൾ എത്ര പാരഗ്രാഫ് ഉണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് Aയിൽ ഒരുപാട് ന്യൂമറിക്കൽ ഡേറ്റാസ് ഉണ്ട് അല്ലേ, ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, കുറേ പെർസെൻറ്റേജ് വാല്യൂസ്, അങ്ങനെ ഒരുപാട് ഇയർ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ന്യൂമറിക്കൽ ഡേറ്റാസ് വരുന്ന ഒരു ഏരിയ ആണ് ടെക്സ്റ്റ് A എന്ന ഒരു ചെറിയൊരു ഐഡിയ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. മൊത്തത്തിൽ ഈ പറയുന്നത് പോലെ ഡിമെൻഷ്യനെ കുറിച്ചാണ് ടോപ്പിക്ക് പോകുന്നത്. പക്ഷേ നമുക്കിവിടെ സ്കിം ചെയ്യുമ്പോൾ നമ്മൾ മൊത്തം മെറ്റീരിയൽ വായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വായിച്ചാൽ മതി. ഇവിടെ ഇപ്പം ഞാൻ സ്കിം ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇതിനകത്ത് എത്ര പാരഗ്രാഫ് ഉണ്ടെന്ന് ആദ്യം തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഒരു പാരഗ്രാഫ് ഉണ്ട്, ദെൻ നമുക്കൊരു 4 പോയിന്റ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു പാരഗ്രാഫ് ഇത് ഇവിടെ കാണുന്നത് പോലെ ഇങ്ങനെ ഒരു ചെറിയൊരു പാരഗ്രാഫും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ടെക്സ്റ്റ് A എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ടെക്സ്റ്റ് Bയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് A മാത്രം നോക്കാം. അപ്പോൾ Aയിൽ ഞാൻ ആകെ വായിക്കാൻ പോകുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യാം. എന്താണ് ആദ്യം ഞാൻ വായിക്കാൻ പോകുന്നത്? ഫസ്റ്റ് ലൈൻ ഓഫ് ദ പാരഗ്രാഫ്. ഈച്ച് പാരഗ്രാഫിൻ്റെ ഓരോ ലൈൻ മാത്രമായിരിക്കും ഞാൻ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് ഇപ്പോൾ എത്രയാണ്, ഈ റീസെൻ്റ്ലി വരെയാണ് നമ്മൾ വായിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലൈൻ മാത്രം നമുക്കൊന്ന് വായിക്കേണ്ടതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് വായിക്കാം. ആൻ എക്സ്പെർട്ട് ഗ്രൂപ്പ് വർക്കിംഗ് ഫോർ അൾഷൈമേഴ്സ് ഡിസീസ് അല്ലേ, ഇന്റർനാഷണൽ റീസെൻ്റ്ലി. ഈ റീസെൻ്റ്ലി വരെ വായിച്ചാൽ മതി. ഇപ്പോൾ നമ്മളിപ്പം 24.2 മില്യൺ വരെ വായിച്ചു എന്ന് പറഞ്ഞ് ഒന്നും നടക്കാൻ പോകുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫസ്റ്റ് ലൈൻ മാത്രം ഒന്ന് വായിച്ചു. ഓക്കെ, ഇത് കംപ്ലീറ്റ് അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇതിനകത്ത് അണ്ടർലൈൻ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ വായിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഓർത്തിരിക്കണമെന്ന് നിർബന്ധമില്ല. പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഏതെങ്കിലും 2 വാക്കിനെ നമുക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എക്സ്പേർട്ട് ഗ്രൂപ്പ് എടുത്തു. ഓക്കെ, പിന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ അൾഷൈമേഴ്സ് ഡിസീസ്. ഓക്കെ, വെരി എന്താണ് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു 2 സാധനങ്ങളെ ഞാൻ നോട്ട് ചെയ്തു. അല്ലാണ്ട് ഇപ്പോൾ ഫോറോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രപ്പോസിഷൻസിനെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അല്ലേ. അപ്പോൾ നല്ലൊരു 2 വേർഡിനെ നോട്ട് ചെയ്യാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പാരഗ്രാഫിനകത്ത് നമുക്ക് എന്തൊക്കെ സ്കിം ചെയ്യാനായിട്ട് ചെറിയ സിമ്പിൾസിനെയും കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്യണം. ന്യൂമെറിക്കൽ ഡേറ്റാസ് ആവാം, സിമ്പിൾസ് ആവാം, അല്ലെങ്കിൽ ഇപ്പം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആവാം, ബ്രാക്കറ്റ്സ് ആവാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഓടിച്ച് നോക്കുന്നു. അപ്പോൾ ആകെ വായിക്കുന്നത് ഫസ്റ്റ് ലൈനാണ്. 2 വേർഡിനെ പിക്ക് ചെയ്തു, ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഒരു പാരഗ്രാഫിനകത്തുള്ള സാധനങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ എന്താ നോക്കാം, നമുക്കിപ്പോൾ 24.2 മില്യൺ അല്ലേ, ഇത് നമുക്ക് ശ്രദ്ധിക്കാമല്ലോ. അതിനെ നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ നമുക്ക് എന്തൊക്കെ അണ്ടർലൈൻ ചെയ്യാം, ഇതിനകത്ത് നമുക്കൊരു ബ്രാക്കറ്റിൽ കിടപ്പുണ്ട്, ബേസ്ഡ് അപ്പോൺ സിസ്റ്റമാറ്റിക് റിവ്യൂ ഓഫ് പ്രിവലൻസ് ഡേറ്റ ആൻഡ് എക്സ്പേർട്ട് കൺസെൻസസ് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോ, ഇതൊരു പ്രിവലൻസ് ഡേറ്റയുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ന്യൂമെറിക്കൽ ഡേറ്റാസും അവിടെ കാണാം. അപ്പോൾ ഇതിപ്പോൾ ബ്രാക്കറ്റിൽ ഇത്രയും കാര്യങ്ങളുണ്ട്, എല്ലാം കൂടി ബ്രാക്കറ്റ് കംപ്ലീറ്റ് അങ്ങ് ഒരു ലോങ് ലൈൻ നമുക്ക് അണ്ടർലൈൻ ചെയ്താൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വേർഡിനെ എടുക്കാം. പ്രിവലൻസ് ഡേറ്റ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ കൺസെൻസസ് ആണെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു വേർഡിനെ അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ 4.6 മില്യൺ കണ്ടു. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തൊരു ബ്രാക്കറ്റ് ഇതേ കിടക്കുന്നു. അതിനകത്ത് ഞാൻ ഇവിടെ ഒരു കുഞ്ഞു സിമ്പിൾ ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ നോൺ ഫേറ്റലിനെ ശ്രദ്ധിച്ചു. ഇവിടെ ഒരു ഇൻസിഡൻസ് എന്നൊരു വാക്കുണ്ട്, അതിനെ ഞാൻ നോട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡറിൽ വേഗം ഇങ്ങനെ നോക്കി 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 പോവാം. ആദ്യമൊക്കെ അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കാം. പക്ഷെ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് നമുക്ക് അണ്ടർലൈൻ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഒന്ന് സ്കിം ചെയ്താൽ മാത്രം മതി, നമുക്ക് നോട്ടീസ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് നോട്ട് ചെയ്താൽ തന്നെ ചില കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇവിടെ നമുക്ക് താഴോട്ട് നോക്കുകയാണെങ്കിൽ
നോക്കിക്കേ, ഇവിടെ 4 പോയിന്റ്സ് ആണുള്ളത് അല്ലേ? ഈ 4 പോയിന്റ്സിൽ എങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് നോക്കാം. ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്, സെക്കൻഡ് ബുള്ളറ്റ് പോയിന്റ്, തേർഡ് ബുള്ളറ്റ് പോയിന്റ്, ഫോർത്ത് ബുള്ളറ്റ് പോയിന്റ്. എല്ലാ ബുള്ളറ്റ് പോയിന്റിലെയും എല്ലാ ന്യൂമറിക്കൽസും എല്ലാ സിമ്പിൾസും ഒക്കെ നോട്ട് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഏത് ന്യൂമറിക്കൽ ഡേറ്റാസ് ആൻസർ ആയിട്ട് വരുമെങ്കിലും നമുക്ക് ടെക്സ്റ്റ് എയിലൊന്ന് വന്ന് നോക്കാം അല്ലേ? എന്ന് പറഞ്ഞാൽ ഹൗ മെനി അല്ലെങ്കിൽ ഹൗ മച്ച് എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ആൻസർ ഒരു ന്യൂമറിക്കൽ ഡേറ്റ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വന്നിട്ട് ടെക്സ്റ്റ് എയിൽ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ അതൊക്കെ ഒരു ട്രിക്കാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പം ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാവുന്നത് വേണമെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾസ് എന്നുള്ളത് കൊണ്ട് നമ്മളിതൊക്കെ നോട്ടീസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ ലോ ആൻഡ് മിഡിൽ ഇൻകം അല്ലേ, അത് അത്ര കോമൺ അല്ല, നടുക്ക് വന്നേക്കുന്നത്, അത് ശ്രദ്ധിക്കാം. പിന്നെ ഇവിടെ കുറച്ച് ഇയറും ന്യൂമറിക്കൽ ഡേറ്റാസ് ഉണ്ട്. ഇവിടെ 18 മില്യൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു. ഇവിടെ ഇയർ ഉണ്ട്, ബ്രാക്കറ്റ്സ് ഉണ്ട്. ഓക്കെ, ദെൻ താഴോട്ട് പോകുന്നു. ദെൻ്റെ ഗ്രോത്ത് ഇൻ ലാറ്റിൻ അമേരിക്ക, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വിട്ടാൽ മതി. അതൊന്നും വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ബുള്ളറ്റ് പോയിന്റ്സിലുള്ള കാര്യങ്ങൾ. എന്നിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ വായിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അടുത്ത പാരഗ്രാഫ് ആയതുകൊണ്ട് ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ വായിക്കുന്നു. അതിൻ്റെ എപ്പിഡെമിയോളജിക്കൽ റിസർച്ച് ഇത് വായിച്ചതിന് ശേഷം ഞാൻ ഇതിനെ അണ്ടർലൈൻ ചെയ്യുന്നു. ദെൻ ഞാൻ അവയർനെസ്സിനെയും കൂടെ അണ്ടർലൈൻ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ നോട്ടീസ് ചെയ്യാം. അത് കഴിഞ്ഞ് ഈ പാരഗ്രാഫിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ടോ എന്ന് ഒന്ന് ഓടിച്ച് നോക്കാം. ഒന്നുമില്ലല്ലോ അല്ലേ? അപ്പം ഇത്ര തന്നെ. ഇത്ര കുറച്ച് കൺട്രീസിൻ്റെ പേരുണ്ട്. അതിപ്പം നേരത്തെ മേലെ ആയാലും കുറച്ച് കൺട്രീസിൻ്റെ പേരുണ്ടായിരുന്നു. അത്രയും നോക്കിയാൽ മതി. അപ്പോൾ എ ടെക്സ്റ്റ് നമ്മൾ സ്കിം ചെയ്തു. നെക്സ്റ്റ് ടെക്സ്റ്റ് ബി ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഞാൻ പറയുകയാണ്, നമ്മൾ 8th ക്വസ്റ്റ്യൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? 1 to 7 നമുക്ക് ലാസ്റ്റ് ചെയ്യാം. നമുക്ക് 8 to 20 ചെയ്തിട്ട് 1 to 7 ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയിട്ട് എപ്പോഴും ഇൻസ്ട്രക്ഷൻസ് വായിക്കണം. അത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ എത്രയൊക്കെ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞാലും ആ എക്സാമിന് ഇരിക്കുമ്പോൾ നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിച്ച് വായിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 1 to 7 ആണ് ഡിസൈഡ് ചെയ്യുന്നത്. എന്താണ് ആൻസർ എന്ന് പറയുന്നത്? A, B, C or D എന്ന് മാത്രം എഴുതിയാൽ മതിയാവും 1 to 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ശരി, അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ 8 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? എ വേർഡ് ഓർ എ ഷോർട്ട് ഫ്രേസ്. ഓക്കെ, ഇതാണ് ആൻസർ വരിക. അല്ലെങ്കിൽ വേർഡ്സ് എന്താണ് ആൻസർ? മേ ഇൻക്ലൂഡ് വേർഡ്സ്, നമ്പേഴ്സ് ഓർ ഓഫ് ദ ബോത്ത്. ഓഫ് അല്ല, ഓർ ബോത്ത് എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്പർ വരാം, ചിലപ്പം നമ്പറിൻ്റെ കൂടെ അതിൻ്റെ യൂണിറ്റ് വരാം, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് AD സ്റ്റാൻഡ്സ് ഫോർ? ഓക്കെ, അപ്പം നിങ്ങളുടെ കയ്യിൽ പ്രിന്റഡ് നോട്ട് ഉണ്ടല്ലോ. ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, സ്കിം ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ച പാടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൽ നിന്ന് 2-3 കീവേഡിനെയാണ് നോട്ടീസ് ചെയ്യേണ്ടത്. ഇത് വളരെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യാം, AD എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ AD എന്നുള്ളത് ഉറപ്പായിട്ടും എന്താണ് നേരത്തെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താന്ന് നോക്കാം. ഓക്കെ, അപ്പം ടെക്സ്റ്റ് D ആണ് അല്ലേ? വെരി ഗുഡ്. അപ്പോൾ ടെക്സ്റ്റ് Dയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എവിടെയാണ് കണ്ടത്? AD എന്ന് പറയുന്നത് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതെന്താണ്? അൽസൈമേഴ്സ് ഡിസീസ്. സ്പെല്ലിംഗ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഇയും ഐയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിഞ്ഞൊന്നും പോകരുത്, മാർക്ക് ഉറപ്പായിട്ടും പോവും. ഓക്കെ, അപ്പോൾ അൽസൈമേഴ്സ് ഡിസീസ് എങ്ങനെയാണോ മെറ്റീരിയലിൽ തന്നേക്കുന്നത് അതുപോലെ എഴുതാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇനി നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് ദി എസ്റ്റിമേറ്റഡ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദി എസ്റ്റിമേറ്റഡ് കൗണ്ട് ഓഫ് പീപ്പിൾ ലിവിങ് വിത്ത് ഡിമെൻഷ്യ വേൾഡ് വൈഡ്? സോ ഇവിടെ നമുക്ക് എന്താ അറിയേണ്ടത്? എസ്റ്റിമേറ്റഡ് കൗണ്ട് പീപ്പിൾ ലിവിങ് വിത്ത് ഡിമെൻഷ്യ വേൾഡ് വൈഡിലെ കാര്യമാണ്. ഇപ്പൊ ജീവിക്കുന്ന ആൾക്കാർ അല്ലേ എന്നാണ്, ലിവിങ് വിത്ത് ആണ്, പക്ഷെ എസ്റ്റിമേറ്റഡ് കൗണ്ട് ആണ്. സോ ഡെഫിനറ്റ്ലി അതൊരു ന്യൂമറിക്കൽ ആയിരിക്കും. എവിടെയായിരിക്കും നോക്കേണ്ടത്? കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മൾ സ്കിം ചെയ്തപ്പോൾ എവിടെയായിരുന്നു? ടെക്സ്റ്റ് എ. വെരി ഗുഡ്. ടെക്സ്റ്റ് എയിലോട്ട് വരുന്നു. അപ്പം നോക്കിക്കേ, ടെക്സ്റ്റ് എയിൽ നോക്കാം. ഇവിടെ നമ്മൾ കാണിച്ചേക്കുന്നത് പോലെ തന്നെ അതെ നമ്മൾ ഫസ്റ്റ് ലൈൻ വായിച്ചായിരുന്നു അല്ലേ? അപ്പോൾ അതെ ഇത് നോട്ടീസ് ചെയ്തായിരുന്നു. 24.2 മില്യൺ ഡെഫിനറ്റ്ലി നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. പീപ്പിൾ ലിവ് വിത്ത് ഡിമെൻഷ്യ വേൾഡ് വൈഡ്. ഓക്കെ, ഇത് വായിച്ചു. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 24.2 മില്യൺ ആണ് ആൻസർ വരിക. പക്ഷേ ഇതിനടുത്തൊരു 4.6 ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അടുത്ത് ന്യൂമറിക്കൽ വേറെ ഒരെണ്ണം വരുമ്പോൾ നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം ആൻസർ എഴുതാനായിട്ട് പോകാൻ. അപ്പോൾ 4.6 മില്യൺ ന്യൂ കേസസ് ആണ് ആനുവലി പറയുന്നത്. അപ്പോൾ അതെല്ലാം ചോദിച്ചേക്കുന്നത് എന്തായിരുന്നു? വേൾഡ് വൈഡിലെ എസ്റ്റിമേറ്റഡ് കൗണ്ട് ആണ്. സോ ഡെഫിനറ്റ്ലി അത് 24.2 മില്യൺ തന്നെയാണ്. അപ്പോൾ ഇത്ര എഴുതണം, 24.2 മില്യൺ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Name the region in the world where NCDs aren't the leading cause of death. ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട സാധനം എന്താണ്? ഒരു റീജിയന്റെ പേരാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പൊ റീജിയൻ. ഓക്കെ, ദെൻ NCD ആർ നോട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ പോലെയാണ് അല്ലേ? അപ്പൊ ആർ നോട്ട് ദ ലീഡിങ് കോസ് ഓഫ് ഡെത്ത്. ഓക്കെ, അപ്പൊ ലീഡിങ് കോസ് ഓഫ് ഡെത്തും കൂടെ നോട്ട് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പം NCD വേൾഡ് റീജിയൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എവിടെയായിരുന്നു? പാർട്ട് ടെക്സ്റ്റ് സിയിലായിരുന്നു അല്ലേ? അപ്പൊ ടെക്സ്റ്റ് സിയിലോട്ട് പോകുന്നു. അപ്പൊ ടെക്സ്റ്റ് സി നോക്കിക്കേ, നമുക്ക് കണ്ടോ നിങ്ങൾ NCDയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ NCD എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചിട്ടാണ് നോക്കേണ്ടത്. ദി ഇഫക്റ്റ് ഓഫ് ഏജിങ് അതിൻ്റെ ആണ് നോക്കുന്നത്. സോ ഇവിടെ NCD എന്ന് കണ്ടു. ഫസ്റ്റ് NCDയുടെ അടുത്ത് ഈ പറയുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഗ്രേറ്റർ അവിടെ ഒന്നും പറയുന്നില്ല. അടുത്ത NCD നോക്കാം. അങ്ങനെ നമുക്ക് കുറച്ചുകൂടി എളുപ്പ വഴികൾ നോക്കാമല്ലോ. അപ്പോൾ NCD എന്ന് പറയുന്നത് ദി ലീഡിങ് കോസ് ഓഫ് ഡെത്ത് ഇൻ ഓൾ വേൾഡ് റീജിയൻസ് അപ്പാർട്ട് ഫ്രം. അപ്പോൾ എക്സെപ്റ്റ് അല്ലെങ്കിൽ അവിടെ ചോദിച്ചാൽ എന്താണ്? ആർ നോട്ട് എന്നാണ് അല്ലേ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സബ് സഹാറൻ ആഫ്രിക്ക ആണ്. ചുമ്മാ ആഫ്രിക്ക എന്ന് എഴുതിയ മാർക്ക് കിട്ടില്ല. അതൊരു റീജിയൻ ആണ്. സബ് സഹാറൻ ആഫ്രിക്ക എന്ന് തന്നെ എഴുതണം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഏതാണ്? ക്ലിയർ ആണോ പറഞ്ഞത്? റീഡിങ്ങിന്റെ കാര്യത്തിൽ എന്തെങ്കിലും, ഞാനിപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ടിപ്സ് മാത്രമാണ് പറയുന്നത്. എന്തെങ്കിലും കാര്യങ്ങളോ ബാക്കി കാര്യങ്ങളോ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ നേരെ റൈറ്റിങ്ങിലോട്ട് പോവാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ എന്തെങ്കിലും പറയാനുണ്ടോ? സർ, ക്വസ്റ്റ്യൻസിൽ നമ്മൾ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുന്നതിൽ ഇഷ്യൂ ഉണ്ടോ? ക്വസ്റ്റ്യൻസ് നിങ്ങൾ പെൻസിൽ എന്ന് വെച്ചാൽ മനസ്സിലായില്ല. അതായത് എവിടെയാണ് കാര്യം? അവിടെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഷെയ്ഡിങ് നിങ്ങൾക്ക് വരുന്ന ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, ആ അവിടെ നമ്മൾ ലിസണിങ് ചെയ്യുമ്പം മീൻസ് BNCയിൽ നമ്മൾ വരുമ്പോഴത്തേനും ക്വസ്റ്റ്യൻ കാണും. അതിന് കഴിയുമ്പോൾ 3 ഓപ്ഷൻസ് കാണത്തില്ലേ? അതിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിന്റെ അകത്ത് ഓരോ പോയിന്റ് കാണത്തില്ലേ? ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് അങ്ങനെ ചെറുതായിട്ട് വരച്ചാൽ ഇഷ്യൂ ഉണ്ടോ? അതിന് വിഷയമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്താ മാർക്ക് ചെയ്യുന്നത് പല രീതിയിൽ മാർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്തോ എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ലായിരിക്കും. പക്ഷെ മാർക്ക് ചെയ്യുന്നത് ഭയങ്കര ഡാർക്ക് ആയിട്ട് മാർക്ക് ചെയ്യുന്നവർ കാണും, അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നവർ. അപ്പൊ ഒരു ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് വെക്കുക. കാര്യം ഇപ്പൊ നിങ്ങൾ തന്നെ കേൾക്കുന്നുണ്ടല്ലേ, പല രീതിയിൽ പ്രശ്നങ്ങൾ, അതായത് ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമുക്ക് മാൽ പ്രാക്ടീസ് ആവട്ടെ, വിത്ത്ഹൾഡ് ആവട്ടെ, കുറേ കാര്യങ്ങൾ സംഭവം വരാറുണ്ട്. അപ്പം ഡാർക്ക് ആയിട്ട് നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് മാർക്ക് ചെയ്യുന്നവരെ ഒരു ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാത്രം മാർക്ക് ചെയ്യുക. എങ്ങാനും നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം കിട്ടുകയാണെങ്കിൽ അതിനെ നിങ്ങൾ എറൈസ് ചെയ്ത് കളയാം. ഓക്കെ, അല്ലാതെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്നതിനോ ബാക്കി ചെയ്യുന്നതിനോ കാര്യത്തിനൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷെ അത് ഒരിക്കലും നിങ്ങളുടെ ആ ഷെയ്ഡ് ചെയ്യുന്ന പോർഷനുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ നോക്കുന്നതായിട്ടോ തമ്മിൽ നിങ്ങളെ അഫക്ട് ചെയ്യരുത്. അത്രയുള്ള സംഭവം. പിന്നെ ഡാർക്ക് ആയിട്ട് കാണുന്ന രീതിയിൽ ഒന്നും വരച്ചു വെക്കാതിരിക്കുക. എന്താണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് നിങ്ങൾ മാത്രം കണ്ടാൽ മതിയല്ലോ, വേറെ ആരും കാണിക്കേണ്ട ആവശ്യമില്ല എന്തായാലും. ഓക്കെ, ക്ലിയർ ആണോ അത്? ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ഫൈൻ, ശരി. അപ്പോൾ നമ്മൾ നേരെ റൈറ്റിങ്ങിലോട്ട് പോവാം.